ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. സാക്ഷ്യം നൽകുന്നവർ മൂവർ. യേശു ദൈവമാണെന്ന സത്യത്തിൻ്റെ സാക്ഷ്യം സ്വർഗത്തിലെ വെളിപ്പെടുത്തലിനെ പറ്റി കഴിഞ്ഞ ലേഖനത്തിൽ വിശദീകരിച്ച ശേഷം ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിനെ പറ്റിയുള്ള പഠനമാണ് ഈ രണ്ടാം ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 5:8 ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ സാക്ഷ്യമാണ് ഒന്നാമതായി വിശകലനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവുണ്ടായിരുന്ന ശിമയോൻ പ്രവാചകൻ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിനും മുൻപ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു. അതിൻ പ്രകാരം ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവും ആയവനെ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു എന്ന് സാക്ഷ്യം യേശുവിനെയും കൊണ്ട് യോസേപ്പും മറിയാമും ദേവാലയ പ്രവേശനം നടത്തിയ സമയത്ത് ശിമയോൻ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഓർമ്മയാണല്ലോ. നമ്മുടെ സഭ മാറാനായ പെരുന്നാളായി ആചരിക്കുന്ന മായിൽത്തോ പെരുന്നാൾ. ഇത് യേശു ദൈവപുത്രനും ദൈവവും ആണെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ഒന്നാമത്തേതാകുന്നു. ലൂക്കോസ് 1:28. അടുത്തത് യേശു ദൈവപുത്രനാണെന്ന സാക്ഷ്യം ഹന്ന പ്രവാചക ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സാക്ഷ്യം പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തി. ലൂക്കോസ് 1:36-38. അടുത്ത സാക്ഷ്യം കന്യക മറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം കൊടുത്തത്. ലൂക്കോസ് 1:32. പിന്നീട് മറിയാമിൻ്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബേത്തിനെ മറിയം കണ്ടപ്പോൾ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സാക്ഷ്യവും യേശു ദൈവത്വം ആയിരുന്നു. ലൂക്കോസ് 1:42. ലാസറിനെ ഉയർപ്പിച്ച ശേഷം തൻ്റെ സഹോദരി മറിയയുടെ സാക്ഷ്യം, കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ 11:27. യേശു തൻ്റെ തേജസ്സേറിയ ശരീരം ദർശിച്ച പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദത്തിൽ പിതാവിൻ്റെ ആജ്ഞ ശ്രവിച്ചത്. ലൂക്കോസ് 9:30. ഇതും തൻ്റെ ദൈവത്തിൻ്റെ പുത്രത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു. അടുത്തത് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്നതും ഭൂമിയിൽ ആത്മാവിൻ്റെ സാക്ഷ്യം പത്രോസിനോട് യേശു ദൈവപുത്രനാണെന്ന സത്യം വെളിപ്പെടുത്തിയത്. മത്തായി 16:16. പ്രകാരം ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ജലം നൽകുന്ന സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. യേശു ജോർദാൻ നദിയിൽ ജലത്തിൽ നിന്ന് തൻ്റെ സ്നാന സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ജലസ്നാനം നൽകുന്ന സാക്ഷ്യമായിരുന്നു. മത്തായി 3:17. യേശു ശമരിയക്കാരത്തി സ്ത്രീയോട് ജലം തനിക്ക് ദാഹിക്കുന്നതിന് തരാൻ ആവശ്യപ്പെട്ട് അത് കുടിച്ച ശേഷം, ഈ ജലം കുടിക്കുന്നവനെല്ലാം വീണ്ടും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന ജലം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന ജലം കുടിക്കുന്നവന് അവൻ്റെ ആത്മീയ ദാഹശമനത്തിനുള്ള നീരുറവയായി തീരും. യോഹന്നാൻ 4:14. ജലത്തിൽ കൂടി യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷ്യം ആകുന്നു. നിങ്ങൾ പോയി സകല ജാതികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്താലുള്ള സ്നാനം യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പെടുത്തൽ ആയിരുന്നു. ഇതും യേശുവിൻ്റെ സാക്ഷ്യം കുറിക്കുന്നു. മത്തായി 28:19. അടുത്തത് രക്തത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് ബേത്ലഹേമിൽ യേശു ജനിച്ചതറിഞ്ഞ രാജാതിരാജനാണ് ജനിച്ചിരിക്കുന്നത് എന്ന് കിഴക്കുനിന്നും വന്ന വിദ്വാൻമാർ മുഖാന്തരം അറിഞ്ഞപ്പോൾ തൻ്റെ രാജവംശത്തിന് തന്നെ നാശം ഇടയാകുമെന്നുള്ള ധാരണ തനിക്ക് ഭയമുളവാക്കിയതിനാൽ ആ കാലത്ത് ജനിച്ച 2 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം വാളാൽ വധിക്കുവാനുള്ള കൽപ്പന പടയാളികൾക്ക് കൊടുത്തതിനാൽ ധാരാളം ശിശുക്കൾ മരണപ്പെട്ടു. ഇത് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങപ്പെട്ടു പോയ യാക്കോബിൻ്റെ ഭാര്യ ആത്മലോകത്തിൽ അറിഞ്ഞ് വിലപിക്കുന്നതായി യെരമ്യാവ് 31:15 പ്രവചിച്ചിരിക്കുന്നു. ഇതിൻ്റെ നിവൃത്തിയായി തീർന്ന സംഭവം മത്തായി 2:17 യേശുവിൻ്റെ രക്തത്തിൻ്റെ സാക്ഷ്യമായി തീർന്നു. ഈ സംഭവം ഈ ശിശുക്കളെ യേശുവിൻ്റെ ഭൂമിയിലെ രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരുടെ ആദ്യ പട്ടികയിൽ സഭ അതിനാൽ പെടുത്തിയിരിക്കുന്നു. പിന്നീട് ഏറുകൊണ്ടുള്ള മരണം യേശുവിൻ്റെ രക്തം സാക്ഷിത്വത്തിന് വഹിച്ച സ്തേഫാനോസായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7:54. ക്രൂശിലെ യേശുവിൻ്റെ യാഗാനന്തരം ധാരാളം രക്തം ചൊരിഞ്ഞ രക്തസാക്ഷികളുടെ മരണവും ഇടയായിട്ടുണ്ട്. അവർക്കുള്ള പ്രതിഫലത്തെപ്പറ്റി വെളിപാട് 6:9 വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതും രക്തത്തിൻ്റെ യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം ആകുന്നു. യേശുവിനെ ന്യായം വിധിച്ച പീലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന വിധി കേട്ട യൂദന്മാർ അവൻ്റെ രക്തം ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതികളുടെ മേലും ഇരിക്കട്ടെ എന്ന് ശാപം ഏറ്റുവാങ്ങിയതും യേശുവിൻ്റെ രക്തത്തിൻ്റെ ഭൂമിയിലെ സാക്ഷ്യം ആയിരുന്നു. യേശുവിൻ്റെ മരണം ഉയർപ്പ് വരുത്താനായി തൻ്റെ വിലാപ്പുറത്ത് കുത്തിയ പടയാളികൾ കണ്ട ജലവും രക്തവും യേശുവിൻ്റെ ദൈവത്തിനുള്ള സാക്ഷ്യമായിരുന്നു. അതിനാലാണ് സ്വർഗത്തിലും ഭൂമിയിലും സാക്ഷ്യം ഒരുപോലെ യേശു ദൈവമാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. സങ്കീർത്തനം 82:1. ദൈവത്തിന് മാത്രമല്ലോ നമ്മെ ന്യായം വിധിക്കാനുള്ള അധികാരം ഉള്ളല്ലോ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 5:22. ഈ വചനം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ആകുന്നു. സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാൻ ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ 18:27. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 18:27. ഇവിടെ സത്യം എന്നത് യേശു ദൈവമാണെന്നതാണ്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. അതിനാൽ യേശു ഒരു രാഷ്ട്രീയ വിപ്ലവനോ മതതീവ്രവാദിയോ മുഹമ്മദ് നബിയെപ്പോലെ കേവലം ഒരു പ്രവാചകനോ സായിബാബയെ പോലെ അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യനോ എന്നുള്ള വിശ്വാസമല്ല നമ്മുടെ നിത്യജീവൻ. പിന്നെയോ യേശു സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം. ആ വിശ്വാസം നമ്മിൽ ജനിക്കുന്നതിനായിട്ടുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.